ഹലോ മക്കളെ, ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പലർക്കും ഡോക്ടേഴ്സ് ആവണം, അല്ലെങ്കിൽ പല മക്കൾക്കും എൻജിനീയേഴ്സ് ആവണം, കുറേ പേർക്ക് ടീച്ചേഴ്സ് ആവണം, പിന്നെ നിങ്ങൾ കുറേ പേര് നേഴ്സ് ആവണം. അങ്ങനെ കുറേ പ്രൊഫഷൻസ് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നുണ്ടാവും. കാരണം 10ാം ക്ലാസ് വരെ നമ്മൾ കുഞ്ഞു മക്കളായിരുന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം നമ്മളുടെ മനസ്സിലേക്ക് ഓരോരോ പ്രൊഫഷൻസ് വരാൻ തുടങ്ങി. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഏതൊരു വീഡിയോ, അപ്പോൾ നമ്മൾ ഒരുപാട് ജോബ്സിൻ്റെ ഇങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ ഓരോരുത്തരുടെയും വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രീംസും നിങ്ങളുടെ ഗോൾസൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കാര്യമുണ്ട് അല്ല, എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്തൊക്കെ ആവണം, എങ്ങനെയാവണം എന്നൊക്കെ നിങ്ങൾ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, വിഷൻ എന്താവണം എന്നുള്ളത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗോളും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് അത് നല്ലപോലെ പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. സക്സസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ അത് പ്ലാൻ ചെയ്യണം അല്ലേ? ഇപ്പം പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യണം അല്ലേ? അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പം യെസ്, എനിക്ക് ഡോക്ടർ ആവണം, എന്നാൽ നാളെ പോയിട്ട് ഞാനൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു അഡ്മിഷൻ എടുക്കാൻ നോക്കാം, അങ്ങനെയാണോ? അല്ല അല്ലേ? നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താണെങ്കിലും നിങ്ങൾ +1 +2 നല്ല മാർക്സോട് കൂടി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ മിസ് മാർക്സ് മാത്രമാണോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്? അല്ല, ഇപ്പോൾ ഒരുപാട് എൻട്രൻസ് എക്സാംസ് ആണ്. ഇപ്പോൾ എല്ലാ ജോബിനായാലും ഏത് മെഡിക്കൽ കോളേജിലെയും ഏതൊരു ഡിഗ്രി കോഴ്സിനായാലും എൻട്രൻസ് എക്സാമിനേഷൻ ആണല്ലേ? അപ്പോൾ ഈ എൻട്രൻസിന് നിങ്ങൾ +1 +2 മാർക്സ് എന്തായാലും മാറ്റർ ചെയ്യും, നല്ല മാർക്സ് എന്തായാലും വേണം. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, നിങ്ങൾ കോൺസെപ്റ്റ്, നമ്മുടെ +1 +2 നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് നിങ്ങൾ എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് ഏറ്റവും ബേസിക്. ഓക്കെ, കാരണം മാർക്സ് നമുക്ക് പല രീതിയിൽ കിട്ടാം അല്ലേ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് C മാർക്സിലൂടെ കിട്ടാം, നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാം, ഒക്കെ നമുക്ക് കിട്ടും അല്ലേ? പക്ഷേ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം +1 +2 പഠിക്കേണ്ടതാണോ? ഒരിക്കലും അല്ല. +1 +2 ആണ് നിങ്ങളുടെ ഇനിയുള്ള വരുന്ന നിങ്ങളുടെ ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിങ്ങൾക്ക് എല്ലാം ബേസിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് എൻ്റെ മക്കളെ എന്താണ്, നിങ്ങളുടെ +1 ആണല്ലേ? നമ്മളുടെ +1 നല്ലപോലെ പഠിക്കാം. +1 കഴിഞ്ഞാലാണ് +2, രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ +1 നല്ലപോലെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് മാറ്റർ ചെയ്യും നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ എൻ്റെ മക്കൾ +1 നല്ലതായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് +1 നിങ്ങൾ എങ്ങനെ ഈ കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കും, ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ നല്ല ഉറപ്പിച്ച് പഠിക്കാൻ പറ്റും, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും, ചിലപ്പോൾ കുറേ മക്കൾ 10ാം ക്ലാസ് മലയാളം മീഡിയം പഠിച്ചിട്ട് +1 +2 എന്താക്കും, ഇംഗ്ലീഷ് മീഡിയത്തിൽ എനിക്കൊന്നും അറിയില്ലല്ലോ, ആ വേർഡ്സ് ഒന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവും. കാരണം മിസ്സും അതേപോലെ മലയാളം മീഡിയത്തിൽ പഠിച്ച് +1 +2 ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്തി ഇങ്ങനെ കണ്ണും മിഴിച്ചിരുന്ന് ഒരുപാട് ഫസ്റ്റ് കുറേ ദിവസങ്ങളിലൊക്കെ കരഞ്ഞിരുന്ന ദിവസങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് വിഷമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്ന് അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കും നമ്മളുടെ +1 ബാച്ച്, നമ്മളുടെ അഗ്നി ബാച്ചിൽ എല്ലാം. ഇപ്പോൾ ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഒരു വർഷത്തേക്കുള്ള ഫീ എന്ന് പറയുന്നത് 4000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫീ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 6000 കുറച്ച് 4000 ആക്കിയത്. കാരണം കേരളത്തിലെ മക്കൾക്ക് എല്ലാവർക്കും പറ്റണം, നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന നമ്മളെ കൊണ്ട് അലൻ സാർ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇനിയും കുറയ്ക്കും.
ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയം ആണ് മിസ്, എങ്ങനെ പഠിക്കും? അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കില്ലേ? നമ്മളാരും അങ്ങനെ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞില്ല നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത് അത് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരും. മനസ്സിലാവാൻ ഏറ്റവും നല്ലത് മലയാളം തന്നെ ആയിരിക്കും നിങ്ങൾക്കല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം മനസ്സിലാക്കി തരും നിങ്ങൾ ഏറ്റവും നന്നായിട്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ മലയാളം പച്ച മലയാളത്തിൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റാത്ത രീതി ആക്കുന്നതല്ല. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എക്സാമിന് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും അത് ആ രീതിയിലായിരിക്കും നിങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നമ്മൾ എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് നമ്മളുടെ ഈ ബാച്ചിൻ്റെ കൂടെ. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ ഈ ഒരു മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. അപ്പം മിസ് ബയോളജിയുടെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ബയോളജിയുടെ നോക്കിയ സമയത്ത് ഓരോ ടോപ്പിക്കിൻ്റെയും വേർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലേ. അപ്പം അതിൻ്റെ അടുത്തായിട്ട് അത് മലയാളം മീഡിയത്തിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ആൻഡ് ചിലതിൻ്റെയൊക്കെ ഡെഫിനിഷൻ താഴെ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യത്യാസം, മലയാളം മീഡിയം ആണ് ഇംഗ്ലീഷ് മീഡിയം ആണെന്നുള്ള ആ വ്യത്യാസം നമ്മൾ അങ്ങോട്ട് ഇല്ലാണ്ട് ആക്കി തരും. നിങ്ങളെല്ലാവരും ഒരേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 1-2 ചാപ്റ്റേഴ്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങളുടെ സീനിയേഴ്സ് കഴിഞ്ഞ തവണ ഇതേപോലെ വന്നപ്പം മലയാളം മീഡിയം ആണെന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിൽ പറഞ്ഞ് ഒരു 2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു സെറ്റായി. പിന്നെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇല്ല, എല്ലാവരും ഒരേപോലെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നതിന് മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. അതെൻ്റെ എല്ലാ കുട്ടികൾക്കും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ റിവിഷൻ ബാച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് കിട്ടും, ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ റിവിഷൻ ബാച്ചസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ അഗ്നി ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, നമ്മുടെ ലക്ഷ്യ റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് പുതിയൊരു ബാച്ച് തുടങ്ങാറുണ്ട്. അതേപോലെ നമ്മൾ +1 റിവിഷൻ ബാച്ച് തുടങ്ങാറുണ്ട്. ആ ബാച്ച് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ അഗ്നി ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിവിഷൻ ബാച്ചസ്, അഗ്നി റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ആൻഡ് അതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഫുൾ സിലബസിൻ്റെ ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ ആദ്യം ചാപ്റ്ററൊക്കെ പഠിച്ച് ലൈവൊക്കെ ചെയ്ത് ലൈവിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതെങ്ങനെയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ എല്ലാം എൻ്റെ മക്കളെ നിങ്ങൾക്ക് പേടിയും ടെൻഷനും ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റി തരും നമ്മളുടെ അഗ്നി ബാച്ച്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ കാണിച്ചു കേട്ടോ. യെസ്, ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. 7592092021 എന്ന് പറയുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവണം അല്ലെങ്കിൽ നീറ്റ് ആൻഡ് കീം എൻട്രൻസ് എക്സാം ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. +1 +2 നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതിൽ +1ന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇനി കുറേ പേരെങ്കിലും ഇങ്ങനെ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് ഒരു വർഷം പോയി സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. +1 +2 മുതലേ നിങ്ങളിനിയിപ്പം നീറ്റ് എക്സാം എഴുതുന്ന സമയം നിങ്ങൾ എപ്പോഴാണ് 2024 25-ലായിരിക്കും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നത്, നീറ്റ് എക്സാം എഴുതുന്നത്. നിങ്ങൾ +1 +2 കഴിയണം. അപ്പോൾ 2024 നിങ്ങൾ +1 കഴിയുന്നു, 2025 നിങ്ങൾ +2 കൂടി കഴിഞ്ഞാലാണ് നിങ്ങളെല്ലാവരും നീറ്റ് എഴുതുക. അപ്പോൾ ഈ 2025 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം +1ൻ്റെ ഈ NCERTയിലുള്ള നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നീറ്റിന് വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു കുറച്ചധികം നമ്മളുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പം നീറ്റുകാർക്കാണെങ്കിൽ നീറ്റുകാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൃഥ്വി ബാച്ചും, കീമുകാർക്കാണെങ്കിൽ കീമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൃഥ്വി ബാച്ചുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ നമ്മളുടെ അഗ്നി ബാച്ചിൽ, അപ്പോൾ ഈ പൃഥ്വി ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അഗ്നി ഉണ്ട് കേട്ടോ. ഓക്കെ, ഓൾറെഡി അഗ്നി ബാച്ചിൽ നിങ്ങൾ എൻറോൾഡ് ആണ്. അഗ്നി ബാച്ചിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് നീറ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എന്താണ്, അല്ലെങ്കിൽ കീമിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എന്താണ് അതുണ്ടാകും. അങ്ങനെ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പബ്ലിക് എക്സാമും നമ്മുടെ നീറ്റ് കീം ഇങ്ങനെ കൊണ്ടുപോയി ഫൈനലി എക്സാം ആകുമ്പോഴേക്ക് നിങ്ങളെല്ലാവരും ഫുൾ കോൺഫിഡൻസ് ആയിട്ട് ഫുൾ റെഡി ആയിട്ട് ഫുൾ സെറ്റായിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളെ പൃഥ്വി ബാച്ചിൽ. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ നമ്പറിലേക്ക്, സെയിം നമ്പറിലേക്ക് തന്നെ
അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് കീമോ ഒന്നും നിങ്ങൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ 7592092021 അഗ്നി എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾ നീറ്റ് ആൻഡ് കീമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൃഥ്വി എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പൃഥ്വി ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അഗ്നിയും കിട്ടും, അഗ്നിയിലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ നമ്മളുടെ എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളും എന്തിലായിരിക്കും നമ്മളുടെ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ റിവിഷൻ ബാച്ചസ് നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ നീറ്റിനും കീമിനും വേണ്ടിയിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാകും, ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാകും മന്ത്ലി. ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് നീറ്റിനും കീമിനും വേണ്ടി പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും. ആൻഡ് ഇതിൻ്റെ മുകളിലൊക്കെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് DPP ആണ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കീം എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോകുമോ അത് ഫുള്ളും നമ്മളുടെ പൃഥ്വി ബാച്ചിലുണ്ടാകും. അത് തന്നെ വീഡിയോ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്നതുണ്ടാകും. അതിൻ്റെ സോൾവ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. സോൾവ് അല്ലാത്ത പ്യുവർ ക്വസ്റ്റ്യൻസും എൻ്റെ മക്കൾക്ക് കിട്ടും. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വഴിയുമില്ല നിങ്ങൾ ആരും ക്വാളിഫൈഡ് ആവാതിരിക്കാം. അത്രയും ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളെ പൃഥ്വി ബാച്ച്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് നമ്മളെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. വേറൊരു ഓപ്ഷനും വേണ്ട. പിന്നെ കുറേ മക്കൾ ചോദിക്കാറുണ്ട്, അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ട്യൂഷൻ പോകണോ? ചിന്തിക്കേ വേണ്ട. നമ്മുടെ അഗ്നി ബാച്ചിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും അത് മുഴുവൻ നമ്മുടെ അഗ്നി ബാച്ചിലുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നീറ്റിൻ്റെയും. ഓക്കെ, അതിന് പിന്നെ നിങ്ങൾ പുറമേ ട്യൂഷൻ പോകുന്നത് ചിന്തിക്കേ വേണ്ട, അബദ്ധമായിരിക്കും. അപ്പം നമ്മുടെ അഗ്നി ആൻഡ് പൃഥ്വി ബാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ പാക്ഡ് ആണ്. എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നമ്മുടെ ബാച്ചിലുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ഈ നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7592092021 മെസ്സേജ് ചെയ്യാം. പിന്നെ കുറേ മക്കൾ ചോദിച്ചായിരുന്നു പക്ഷേ എക്സ്ട്രാ ബുക്സ് വേണം നീറ്റിന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എക്സ്ട്രാ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ നീറ്റിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8000 rupees ആണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് സെറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ വേണ്ടാന്നാണെങ്കിൽ 6000 ഉള്ളൂ. പൃഥ്വി ബാച്ച് വിത്തൗട്ട് നമ്മളുടെ എൻട്രൻസ് എക്സാമിൻ്റെ ബുക്ക് സെറ്റ്, അതായത് ഇങ്ങനെ ഒരു 3 ബുക്ക് സെറ്റ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ബാച്ചസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം നമ്മുടെ DPPയിൽ അത്ര അധികം ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ബുക്സ് ഒഴിവാക്കി ഇപ്പോൾ ഫീസ് കുറച്ചതാണ്. നമ്മൾ പൃഥ്വി ബാച്ചിന് ഇപ്പോൾ 6000. പക്ഷേ കുറേ മക്കൾ ചോദിച്ചു ബുക്സ് വേണം, ബുക്സ് ഉണ്ടോ, ബെസ്റ്റ് ബുക്സ് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഈ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2000 കൂടെ. ഈ ബുക്സ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മളെ പൃഥ്വി ബാച്ചിൽ 8000 rupees ആണ് കേട്ടോ. 8000. ബുക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യവും വരില്ല നിങ്ങൾക്ക്. കാരണം അത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മളുടെ ബാച്ചിൽ DPPയിൽ നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ നോട്ട്സും നമ്മൾ തന്നെ തരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 6000 rupees ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ ഫുൾ കോൺഫിഡൻസോടുകൂടി തന്നെ പഠിക്കാം, എക്സാം എഴുതാം. ഓക്കെ.